قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. 10ാമത്തെ ആയത്തിലേക്കാണ് ഇനി കടക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യനിഷേധികൾ പറയുന്ന കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ താങ്കൾ ക്ഷമിക്കണം. അവർ ചെയ്യുന്ന കുറേ ബുദ്ധിമുട്ടുകളില്ലേ, അത് ക്ഷമിക്കണം. വസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കണം. അലാ മാ യഖൂലൂന, ആ സത്യനിഷേധികൾ പറയുന്നതിന്മേൽ അങ്ങ് ക്ഷമിക്കണം. ആ പറയുന്നതിനെപ്പറ്റി അങ്ങ് ക്ഷമിക്കണം. പിന്നെന്തും വേണം? വഹ്ജുർഹും ഹജ്റൻ ജമീല, ഭംഗിയായ നിലയിൽ അവരെ മാറ്റി നിർത്തുകയും ചെയ്യുക. വഹ്ജുർഹും, അവരെ വെടിയുകയും ചെയ്യുക, വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. എങ്ങനെ വെടിഞ്ഞു നിൽക്കുക? പറ്റേയാണ്ട് എഴുതി തള്ളല്ല. ഹജ്റൻ ജമീലൻ, ഭംഗിയായ നിലയിൽ. അത് നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിൽ നമുക്ക് പ്രധാനമായി പഠിക്കേണ്ട 2 ഭാഗങ്ങളാണ് സൊബറും ഹജ്റുൻ ജമീലും. എന്താണ് ഹജ്റുൻ ജമീൽ എന്ന് പഠിക്കണം, എന്താണ് സൊബർ എന്ന് പഠിക്കണം. എന്താണ് ആയത്തിൻ്റെ അർത്ഥം? സത്യനിഷേധികൾ പറയുന്നതിനെപ്പറ്റി താങ്കൾ ക്ഷമിക്കുകയും ഭംഗിയായ നിലയിൽ അവരെ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുക. സൊബറ എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്, അറിയാം അല്ലേ. ഹജറ എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു നിന്നു, അതാണ് അതിന് പോകുന്നതാണ് ഹജ്ർ എന്നത്. ഉഹ്ജുർ എന്നത് അതിൻ്റെ അമ്രു ഫിഅലാണ്, അതിൻ്റെ കൽപ്പനക്രിയ. ഉഹ്ജുർ. ഹും എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ഇവിടെ സത്യനിഷേധികൾ എന്നർത്ഥം. അതായത് മനസ്സുകൊണ്ടും ആശയം കൊണ്ടും ശത്രുക്കളുമായി അകന്നു നിൽക്കുക, അവരുടെ ശല്യപ്പെടുത്തലിന് നേരെ കണ്ണടക്കുക, അവരുടെ നയപൂർവ്വം പെരുമാറുക. ഇതൊക്കെയാണ് ഈ വാക്യത്തിൽ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഉപദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. എങ്ങനെ? അവരെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ട്, സാറില്ല, അത് കണ്ണടച്ചേക്കാണ്, ക്ഷമിച്ചേക്കാണ്. അതേപോലെ തന്നെ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും അകന്നു നിൽക്കുക, അല്ലാതെ പറ്റേ എഴുതി തള്ളിയ പോലെ പരിഗണിക്കാതിരിക്കുക എന്നല്ല. മനസ്സുകൊണ്ടും ആശയം കൊണ്ടും അവരുമായി തൽക്കാലം അകന്നു നിൽക്കുക. അതേസമയം അവരെ ദഅവത്ത് നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറ്റേ എഴുതി തള്ളിയ പിന്നെ അവരെ വായിക്ക് തിരിഞ്ഞു നോക്കൂലല്ലോ, അങ്ങനെയല്ല. അവരെ ദഅവത്ത് നടത്തുകയും അതോടൊപ്പം അവരെ ഈ മനസ്സുകൊണ്ടും ആശയം കൊണ്ടും, അതാണ് ഭംഗിയായ നിലയിൽ എന്ന് പറഞ്ഞത്. അത് വിശദീകരിച്ച് പഠിക്കേണ്ട വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ നയപൂർവ്വം അവരോട് പെരുമാറുക, അല്ലേ. എത്ര ആളുകളോട് ചില നയങ്ങൾ ഉണ്ടാക്കി ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാറേണ്ടത്. നയതന്ത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശത്രുക്കളോട് പെരുമാറേണ്ടത് നയതന്ത്രം, ചില കാര്യങ്ങളൊക്കെ അതിനുണ്ടാക്കി ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് കണ്ടാലും ആക്ഷേപിക്കുക, എന്തിനും കുറ്റം പറയുക, അങ്ങനെ അവരെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരുടെ വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. ശത്രുക്കളാണെങ്കിൽ പോലും അവരോട് നയപൂർവ്വം പെരുമാറണം എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. ഇതിന് 1ാമത്തെ ഭാഗമാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. വസ്ബിർ അലാ മാ യഖൂലൂന, അവർ പറയുന്നതിനെപ്പറ്റി താങ്കൾ ക്ഷമിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മുമ്പ് ചില ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓർമ്മപ്പെടുത്താൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. സബർ എന്ന് പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുക, ആത്മാവിനെ നിയന്ത്രിക്കുക, ശരീരത്തെ നിയന്ത്രിക്കുക, ഇതൊക്കെ പറയാം. ഒരു നിയന്ത്രണമാണ് അത് സത്യത്തിൽ. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാതെ പിടിച്ചു നിൽക്കുകയാണ്, അതാണ് ക്ഷമ. 3 ഇനമാണ് ക്ഷമ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബറുൻ അലാ താഅത്തില്ലാഹി, വസബറുൻ അൻ മഅസിയത്തില്ലാഹി, വസബറുൻ അലാ അഖ്ദാരില്ലാഹിൽ മുഅലിമ. മനസ്സിലായോ? സബറുൻ അലാ താഅത്തില്ലാഹ്,
അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള ഒരു ക്ഷമ, റബ്ബിന് വഴിപ്പെടാനൊരു ക്ഷമ വേണം, അനുസരിക്കാൻ. അതാണ് ഒരു ക്ഷമ. രണ്ടാമത്തേത് സ്വബറുൻ അൻ മാസിയത്തില്ല, അള്ളാഹുവിനെ തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു ക്ഷമ വേണം, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതോ അള്ളാഹുവിൻ്റെ ഖദർ, വസബറുൻ അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനപ്പെടുത്തുന്ന വേദനാജനകമായ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന റബ്ബിൻ്റെ ഖദറുകൾ കണക്കാക്കിയ വിധികൾ വരുമ്പോൾ ആ വിധിയുടെ മേലിലുള്ള ക്ഷമയും. വസബറുൻ അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ. ഇങ്ങനെ 3 ടൈപ്പായിട്ടാണ് ഇതിനെ മഹാന്മാരായ പണ്ഡിതന്മാർ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം, സബറുൻ അല താഅത്തില്ലാഹി, അത് അള്ളാഹുവിനെ താഅത്ത് ചെയ്യാൻ ക്ഷമ, അതിനിപ്പോൾ വേണം, നിസ്കരിക്കാൻ ക്ഷമ വേണം, നോമ്പ് എടുക്കാൻ ക്ഷമ വേണം, സക്കാത്ത് കൊടുക്കാൻ ക്ഷമ വേണം, അതിനൊരു ക്ഷമ വേണം. കാരണം ആരാധന എന്നത് മനുഷ്യന് പൊതുവെ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ഷമ വേണം, അല്ലേ? ഇപ്പം നന്നാവും നിസ്കരിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് രാത്രി ഖിയാമുല്ലൈലൊക്കെ എണീക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഉറക്കം പോവും, ശരീരത്തിന് ക്ഷീണം വരും, ബുദ്ധിമുട്ട് വരും. നോമ്പാകുമ്പോഴും അങ്ങനെ തന്നെ വിശപ്പാണ്, ദാഹമാണ്, വേറൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഒന്ന് എന്താണ് പറയുക, വൈകാരികമായ ചിന്ത പോലും വരാൻ പാടില്ല, ഒരാളെ ചീത്ത പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എന്താണ് പറയുക, ഇതൊക്കെ താഅത്ത് എന്ന ഈ പരിപാടി ചെയ്യാൻ നമ്മൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ തൊട്ടൊക്കെ ക്ഷമിക്കണം. അപ്പോൾ പൊതുവേ മനുഷ്യൻ്റെ പ്രകൃതി വെച്ച് നോക്കുമ്പോൾ ശരീരത്തിന് അല്ലെങ്കിൽ ആത്മാവിന് ഇതിനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണം എന്നുള്ളൊരു താല്പര്യമാണ് മനസ്സിനുണ്ടാവുക. എപ്പോഴും റാഹത്ത് വേണം, എപ്പോഴും വിശ്രമം വേണം, പൈസ കൊടുക്കാനും മടി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ താഅത്തിലേക്ക് നമ്മളെ തിരിക്കുന്ന വിഷയമാണ് ഒന്നാമത്തെ ക്ഷമ. ഇത് തന്നെ 3 ഐറ്റം ഉണ്ട് എന്നാണ്. അസ്സബ്റു അലാ താഅത്തില്ല എന്നത് 3 ഐറ്റം വേറെയുണ്ട്. ഒന്ന് സബറുൻ ഖബല ഫിഅലി താഅ, ആ ഒരു താഅത്ത്, ആ ഒരു പണി, ഒരു ആരാധന നിർവഹിക്കുന്നതിന് മുമ്പുള്ള ക്ഷമ. 2 വസബറുൻ ഫി അസ്നായി അദാഇ താഅ, ആ ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷമ വേണം, അത് വേറൊരു ക്ഷമയാണ്. പിന്നെ വസബറുൻ ബഅദ അദാഇ താഅ, ആ താഅത്ത് അല്ലെങ്കിൽ ആരാധന നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷമ. ഇങ്ങനെ നിർവഹിക്കുന്നതിന് മുമ്പും നിർവഹിക്കുന്നതിൻ്റെ ഇടയിലും നിർവഹിക്കുന്നതിന് ശേഷവും ഇത് 3 ക്ഷമയായിട്ട് തന്നെ പണ്ഡിതന്മാർ എണ്ണിയിട്ടും അത് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സബറുൻ ഖബല ഫിഅലി താഅ? അത് ഒരു ആരാധന ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ക്ഷമ. അതെന്താണെന്നറിയോ? നീയത്ത് ശരിക്ക് അള്ളാഹുവിനോട് ഖാലിസാക്കുക, ഒരു റിയാഉം അതിലില്ലാതെ, ആളുകളെ കാണിക്കാനൊന്നുമല്ല ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്, അള്ളാഹുക്ക് വേണ്ടി മാത്രം എന്ന കൃത്യമായി ആ ഒരു ഇഖ്ലാസിന്മേലുള്ളൊരു ക്ഷമ. അതൊരു ഭയങ്കര ക്ഷമ തന്നെയാണ്. കാരണം അവിടെയാണ് പാളുക, അല്ലേ? അപ്പോൾ ഞാൻ അള്ളാഹുവിന് മുഖ്ലിസാണ് എന്നതിൽ ക്ഷമിച്ചു നിൽക്കണം, വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല, അള്ളാഹുക്ക് വേണ്ടി മാത്രമാണ്. ആ താഴത്ത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്ഷമിക്കുക എന്ന് പറഞ്ഞാലോ, ആ താഴത്ത് കൃത്യമായി എങ്ങനെയാണ് അള്ളാഹും റസൂലും പറഞ്ഞത്, സുന്നത്തുകളും ഫർദുകളും ഒക്കെ കൃത്യമായി പാലിച്ച് വളരെ റാഹത്തായി, എന്താണ് പറയുക, നല്ല ഉറപ്പിച്ച്, നല്ല ഒന്നും കുറക്കാതെ, പിന്നെ വളരെ പക്വമായിട്ട് പൂർത്തിയായി ചെയ്യുക. അതാണ് ഇടയിലുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ. നിസ്കരിക്കാം, ഉദാഹരണം നിസ്കാരം പറയാം. നിസ്കാരം തുടങ്ങുമ്പോൾ എന്തിനാ ശരിക്ക് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു ഇഖ്ലാസിലുള്ള ആ ഒരു നീയത്തിലുള്ള സബർ, അത് നമ്മൾ വെച്ചു. നമ്മൾ നിസ്കാരത്തേക്ക് കടന്നു. നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ നിസ്കാരം പൂർത്തിയാക്കാൻ പറഞ്ഞത് അതേപോലെ നിസ്കരിക്കുക, എല്ലാം പൂർത്തിയാക്കിയിട്ട് ചൊല്ലുക, സുന്നത്തും എല്ലാം എടുക്കുക, പരിപൂർണ്ണ രൂപത്തിൽ ചെയ്യുക. അതിനൊരു ക്ഷമ വേണ്ടേ? മറ്റേത് ആ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് വേഗം കഴിഞ്ഞിട്ട് മതി വിചാരിച്ചിട്ടൊന്ന് കുത്തുക, സുജൂദൊന്ന് കുത്തുക, റുക്കു ഒന്ന് കുത്തുക എന്നാണ് മനസ്സിലായത്, തല താത്തിനെ പൊന്തിച്ച് അങ്ങനെ ചെയ്യുക. അത് ക്ഷമയില്ലാത്ത പരിപാടിയാണ്. അത് നിസ്കാരം എങ്ങനെയാണ് പറഞ്ഞത്? അപ്പോൾ ആ ഇബാദത്തിൻ്റെ ഉള്ളിൽ അതിൽ കടന്നു കഴിഞ്ഞാൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ക്ഷമ, പരിപൂർണമായി ചെയ്യാനൊരു ക്ഷമ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ക്ഷമ, അതിപ്പോൾ എന്താ അതാണ് ഒന്നാമത്തേതുപോലെ പ്രാധാന്യമുള്ളതും അത് തന്നെ. ഈ 3 ഒരുപോലെ പ്രധാനമാണ്. പക്ഷേ ഇഖ്ലാസ് നിയ്യത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് ഭയങ്കര വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് അവസാനത്തെ വിഷയം. സബറുൻ ബഅദ അദാഇ താഅത്തി, താഅത്തിന് ശേഷമുള്ളൊരു ക്ഷമ. എന്താണെന്നറിയോ? ആ ചെയ്ത സംഗതി മറച്ചു വെക്കുക, അതിങ്ങനെ ഫ്ലാഷ് ആക്കാതിരിക്കുക, ആളുകൾ കേൾക്കുക, ആളുകൾ കാണുക, എന്നിട്ട് അതിന് പ്രശസ്തി ഉണ്ടാവുക. പിന്നെന്താണ് പറയുക, അല്ലെങ്കിൽ സ്വതക്ക കൊടുത്തിട്ട് അങ്ങനെ എടുത്തു പറയുക, ഞാൻ എനിക്ക് അങ്ങനെ തന്നില്ല, അല്ലെങ്കിൽ ഈ സ്വതക്ക കൊടുത്ത ആളങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുക. ഇതൊക്കെ താഴത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാതിരിക്കേണ്ട പണികളാണ്. അപ്പോൾ അതിന് കുറച്ച് ക്ഷമ വേണം, അല്ലേ? പിന്നെ എന്താണ് പറയുക, ഖിയാമുല്ലൈലും സുബൈക്ക് തഹജ്ജുദ് നിസ്കരിച്ച് നീച്ചിട്ടേ പിറ്റേന്ന് രാവിലെ ചങ്ങാനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ നിനക്ക് കൊണ്ട് വേർന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ പറയണ്ട. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ തഹജ്ജുദിന് എണീറ്റു എന്നും നിസ്കരിച്ചു എന്നും ഞാൻ നിന്നെ അറിയിക്കാൻ കേട്ടോ, ഞാനൊക്കെ വേർന്നിട്ടുണ്ട് കേട്ടോ. കിരിയ എന്നിടക്ക് പറയണ്ട, വേറെ വല്ല നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാം, അത് മറ്റൊരു വിഷയം. നിയ്യത്തിനനുസരിച്ച് അവിടെ അള്ളാഹു തആല അത് സ്വീകരിക്കും. അപ്പോൾ ഈ 3 ഖബല താഅത്തി, ഫി അസ്നാഇ അദാഇ താഅത്തി, ബഅദ അദാഇ താഅത്തി.
അതാണ് ഒന്നാമത്തെ ഇനം നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഇനം അസ്സബ്റു അൻ മഅസിയത്തില്ലാഹി, അള്ളാഹുവിൻ്റെ മഅസിയത്ത് റബ്ബിനെ തെറ്റ് ചെയ്യുക, റബ്ബിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് ക്ഷമിക്കുക. അത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ നഫ്സ്, നമ്മുടെ ആത്മാവ് എപ്പോഴും ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന ആത്മാവാണ് അല്ലേ. വേണ്ടാത്തരങ്ങളിലേക്കാണ് മനസ്സ് ചാഞ്ഞു പോവുക. വളരെ ഗുരുതരമായ ശിക്ഷ ലഭിക്കേണ്ട തെറ്റുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ശരീരം നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയും, ഒപ്പം പിശാച് കൂടിത്തരും. അപ്പോൾ ഈ പിശാചിനെതിരെയും മനസ്സിനെതിരെയും നല്ല കടിഞ്ഞാണുള്ള ക്ഷമയില്ലെങ്കിൽ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടും. അപ്പോൾ അവിടെ നമ്മൾ ക്ഷമിക്കണം. പിന്നെ പിശാച് പണ്ടാരോ ചോദിച്ചു, എന്നപ്പോൾ ഈ പിശാചിനാണ് ഇല്ലാതാക്കിയാൽ മതി, എന്നാൽ സന്തോഷത്തോടെ റാഹത്തോടെ നടക്കായിരുന്നു. ഇവിടെ ആ പറച്ചിലിന് വലിയ അർത്ഥമൊന്നുമില്ല. പിശാചില്ലെങ്കിൽ നമ്മുടെ നഫ്സ് എന്ന് പറയുന്ന വലിയൊരു പിശാച് അവിടെ വേറെ ഉണ്ട്. നമ്മളേറ്റവും വലിയ ജിഹാദ് ചെയ്യേണ്ടത് നമ്മുടെ നഫ്സിനോടാണ്. പിശാച് ഇനിയിപ്പോൾ എല്ലാം തന്നെ വെക്കുക, എന്നാലും നമ്മളെ ശരീരത്തോട് നമ്മൾ ജിഹാദ് ചെയ്യണം. അങ്ങനെ പല ആളോടും പറയാറുണ്ട്, ചെയ്ത്താനാണ് നമ്മൾ എല്ലാറ്റിനും പേപ്പിക്കുന്നത്, ആ ചങ്ങായിനെ അന്നേണ്ട് ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു, ഓനാണ് ഖിയാമത്ത് നാൾ വരെ പഠിച്ചോ ആയുസ്സും കൊടുത്തു, അങ്ങനെയൊക്കെ പറയല്ലോ. അപ്പോൾ അതല്ല, നമ്മളെ നഫ്സ് അതിലേറെ വലിയ ചെയ്ത്താനാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ മഅസിയത്തിന് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് സാധ്യമാവുമെന്നാണ്. ഒന്ന്, അന്നളറു ഫിൽ ആഖിബത്തി വസൂഇൽ മസീർ, നമ്മൾ ചെയ്യാൻ പോകുന്ന തെറ്റിൻ്റെ ആഖിബത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിന് ആ തെറ്റ് ചെയ്താൽ എന്താണ് കിട്ടാൻ പോകുന്നത്, ഞാൻ എവിടേക്കാണ് ചെല്ലാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ തെറ്റ് നമ്മൾ മാറും. കാരണം ഈ കുറഞ്ഞ സമയത്തുള്ള സുഖം അതിന് ക്ഷമിച്ച് മാറിന്നാൽ മതി, എന്നാൽ പിന്നെ വലിയ റാഹത്തേക്കാരുണ്ടാവുക. അപ്പോൾ വ്യഭിചരിക്കുകയാണെങ്കിൽ കുറഞ്ഞ സമയത്തേക്കുള്ളൊരു സുഖമാണത്. ആ സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മസീർ എന്താണ്, എൻ്റെ ആഖിബത്ത് എന്താ? സുബ്ഹാനല്ലാഹ്, നരകമാണ്, കടുത്ത തെറ്റാണ്, വലിയ വൻപാപമാണ്. അങ്ങനെ ആലോചിച്ചാൽ ഈ ചെറിയ നേരത്തെ സുഖത്തിന് മാറിക്കിട്ടും. എല്ലാ ഹറാമുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്നത് ഇതിൻ്റെ ആഖിബത്തിനെ കുറിച്ച് ചിന്തിക്കുക. രണ്ട്, അള്ളാഹുവിൽ നിന്നൊരു നാണുണ്ടാവുക. എന്നെ സൃഷ്ടിച്ച, എനിക്ക് ഭക്ഷണം തരുന്ന, എനിക്ക് സുഖസൗകര്യങ്ങളൊക്കെ തരുന്ന, എനിക്ക് നിഅമത്ത് തരുന്ന എൻ്റെ റബ്ബിനെ ഞാൻ എങ്ങനെയാണ് ധിക്കരിക്കുക അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. അൽ ഹയാഉ മിനല്ലാഹി തആല, ഇതാണ് രണ്ടാമത്തെ വിഷയം. എങ്ങനെയാണ് ഞാൻ വേണ്ടാത്ത ചെയ്യുക? അള്ളാഹിനെ പേടിച്ചിട്ട് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അത് തന്നെ. വനഹൻ നഫ്സ അനിൽ ഹവാ, ഹവയെ തൊട്ട് ശരീരത്തെ തടഞ്ഞ ആളുകൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കാത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ മഖാമിനെ പേടിച്ച ആളുകൾ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. പിന്നെ മാത്രമല്ല, അതോടൊപ്പം ഒരു അള്ളാഹുവിനോട് ചെയ്യുന്നൊരു ലജ്ജ, പിന്നെ വലിയ വലിയ ആളുകൾ തെറ്റ് ചെയ്തിട്ട് അവർ ചെന്നെത്തിയ ആ ഒരു അവസാന രംഗം, അവർ തകർന്നത്, അവർ അല്ലാഹുവിനെ ശിക്ഷിച്ചത്, പിടിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും അതിനുള്ള ക്ഷമയും നമുക്ക് ലഭിക്കും. ഇതാണ് രണ്ടാമത്തെ ഐറ്റമായ ക്ഷമയെക്കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റത്തെക്കുറിച്ച് പഠിക്കാം, അത് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.